ഈ കാതൽ മാത്രമാണ് അങ്ങനെയുള്ള സിനിമ, അങ്ങനെ ഒരു സിനിമ ചെയ്തത്. പുരുഷന്മാരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കണം. അത്തരം സിനിമകളൊക്കെ വരും. ലോകം മൊത്തം എടുത്ത് നോക്കിയാൽ ആത്മഹത്യ ചെയ്യുന്നത് ആണുങ്ങളാണ് കൂടുതൽ. മെൻ്റലി ഇഷ്യൂസ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൂടുതൽ ആണുങ്ങൾക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിനെയും നേരിടേണ്ടവരാണ്, എല്ലാത്തിനെയും തരണം ചെയ്യേണ്ടവരാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീണ് പോകുന്നതായിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ആൺ സുഹൃത്തിനോടായിരിക്കും കൂടുതൽ കഥകൾ പറയാറ്, പെൺ സുഹൃത്തിനെ കഴിഞ്ഞും. ഇപ്പം എനിക്ക് എല്ലാം പറയാവുന്ന ആൺ സുഹൃത്തുക്കളുണ്ട്, എന്തും പറയാം അവരോട്. എല്ലായിടത്തും ഈഗോ ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ, അതൊന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും. നമ്മളിതൊരു ഡോക്ടറൊന്നും അല്ലല്ലോ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാം. അപ്പോൾ അവൾ എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ജിയോ അത്രയും ഭയങ്കരമായിട്ട് കരഞ്ഞു എന്ന് അവളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നന്നായി അതൊക്കെ ബ്രേക്കപ്പ് ആയത്. ഒരു വള്ളിയാന്നെല്ലാരും പറയുന്നില്ല. എന്റെ ക്യാരക്ടറിന് താന്തോന്നിയായ ഒരു അച്ഛന്റെ താന്തോന്നിയായ ഒരു പെൺകുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? അടുത്ത പടത്തിൽ നായകനാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, തരുമോ ചേർന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ ഷൈന ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഒന്നുമില്ല, ഒരു ഹഗ് അയച്ചുള്ളൂ. എനിക്ക് അത്രയും പറയാനുള്ളൂ. ഇല്ല, ഞാൻ ഒരു ഷൈനെ കണ്ടിട്ടേ ഇല്ല ഞാൻ ഇതുവരെയും.